എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. സ്റ്റേഡിയം പ്ലാന്റ് പ്രദേശത്തോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർ VM ജോണി കുത്തിയിരിപ്പ് സമരം നടത്തി. പ്ലാന്റിലേക്കുള്ള താറുമാറായ റോഡ് റീടാർ ചെയ്യുക, പ്ലാന്റ് പരിസരം മാലിന്യ മുക്തമാക്കുക, പ്ലാന്റിൽ അപകടം സംഭവിച്ചാൽ ഫയർ എഞ്ചിൻ എത്തിക്കുവാനുള്ള സൌകര്യം ഏർപ്പെടുത്തുക, ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം കായിക വിദ്യാർത്ഥികൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന വിധമാക്കി മാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഞാനിവിടെ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് ഈ 25-ാം വാർഡിൽ, നഗരസഭയുടെ 25-ാം വാർഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാരും മന്ത്രി അടക്കം വന്ന് ഇവിടെ വലിയൊരു ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത ഈ സ്റ്റേഡിയം ഇന്ന് കാട് കയറി ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് തവണ നഗരസഭയുടെ കൗൺസിലിലും രേഖാമൂലവും വാക്കാലും ഒരുപാട് തവണ എൻ്റെ പരാതി പറഞ്ഞതാണ്. ഈ പ്ലാന്റിങ്ങിന് ഇവിടെ ഈ സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്കോ ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് കാട് പിടിച്ചു കിടക്കുകയാണ്. ഒരാൾക്കൊരു ഉപകാരമില്ലാത്ത രീതിയിൽ കാട് പിടിച്ചിട്ട് എത്രയും വേഗം ഇതൊന്ന് പരിഹരിച്ച് തരണമെന്ന് നാളിതുവരെയായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പന്നിയടക്കമുള്ള വലിയ മറ്റ് മാരകമായ പ്രശ്നമുള്ള നമ്മുടെ ജീവികൾ, പന്നിയടക്കമുള്ളതൊക്കെ ഈ ഭാഗത്ത് നിന്നാണ് പോയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവർക്ക് പോലും വികരിക്കാവുന്ന മേഖലയാണ് ഇത് മാറിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് സ്റ്റേഡിയം തുറന്നു കൊടുക്കുകയും ഇപ്പോൾ ഇന്ന് അടച്ചുപൂട്ടിയിരിക്കണം. അടച്ചുപൂട്ടിയെന്ന് വെച്ചാൽ ഇവിടെ വലിയ പരിസരവാസികളുടെയൊക്കെ പരാതിയുടെ പേരിൽ ഇവിടെ വലിയ കംപ്ലയിൻറ്റ് വന്നതിൻ്റെ പേരിൽ അടച്ചുപൂട്ടിയിരിക്കണം. നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഞാൻ വളരെയേറെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. വൈകിട്ട് 6 മണി 7 മണി വരെ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് തുറന്നു കൊടുത്തേണ്. അപ്പോൾ സ്ഥിരമായി തുറന്നു കൊടുക്കുവാനും ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം വന്ന് കായികാഭ്യാസം നടത്തി പരിശീലിക്കാൻ പറ്റിയൊരു സ്റ്റേഡിയമാണിത്. അടിയന്തരമായി ഇതിൻ്റെ പരിസര പ്രദേശം വൃത്തിയാക്കുക. ഇതിൻ്റെ പരിസര പ്രദേശം ഇത് മാത്രമല്ല, ഇതിൻ്റെ പരിസര പ്രദേശം മുഴുവൻ കാട് കയറി വൃത്തിയാക്കുക, അടിയന്തരമായിട്ട് ശരിയാക്കുക. ഒന്നാമത്തെ ആവശ്യം അത്. രണ്ടാമത്തെ ആവശ്യം നമുക്കറിയാവുന്നതുപോലെ ഈ പ്ലാന്റിലേക്ക് പോകുന്ന ഈ 44 വാർഡിലും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും എല്ലാം കൊണ്ടുവന്നുണ്ട് നമ്മുടെ ഈ 25-ാം വാർഡിലെ ഈ പ്ലാന്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ചാപ്പാറടക്കമുള്ള മേഖലയിലുള്ളവരെല്ലാം സമരം ചെയ്ത് മുഴുവൻ പ്ലാന്റുകളെല്ലാം അടച്ചിട്ട് ഈ താലപ്പൊലിക്കാവിലായാലും ഭരണനാളിലായാലും മറ്റുത്സവ മേഖലയിലായാലും പിന്നെ അതുപോലെ കോട്ടപ്പുറം മാർക്കറ്റിലായാലും എല്ലാ മേഖലയിലെയും മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് നമ്മുടെ ഈ പ്ലാന്റിലാണ്. അപ്പോൾ പ്ലാന്റ് കൃത്യമായി പരിപാലിക്കുവാൻ നഗരസഭ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു, വയർ ഷോർട്ടായിട്ട് തീപിടുത്തം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയും മാലിന്യ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് 44 വാർഡിലെ ഹരിതകർമ്മസേനക്കാരും ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ശേഖരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു ഫയർ എഞ്ചിൻ്റെ ഒരു വണ്ടി ഇങ്ങോട്ട് കടക്കില്ല. ആ TKS പുരം കൈരളി ബാറിന് മുമ്പിലുള്ള ജംഗ്ഷനിൽ നിങ്ങൾ കടക്കാൻ ഒരു വണ്ടിക്കും പറ്റില്ല. അപ്പോൾ അടിയന്തരമായി എത്ര നാളുകളായി പറയുന്നത് ഈ അടിയന്തരമായി ഒരു ഫയർ എഞ്ചിൻ വരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 100% നഗരസഭയുടെ ഉദാസീനതയാണ്. കാരണം എല്ലാ കൗൺസിലർമാർക്കും അറിയാം, നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കൗൺസിലർമാർക്കും എല്ലാവർക്കും അറിയാം. അത്രയും തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപകടമാണ്. ഇതേവരെയും ഇവിടേക്കൊരു വണ്ടി വരുവാനുള്ള സൗകര്യമില്ല. ഞങ്ങളുടെ ജനങ്ങൾ, ഈ പരിസരവാസികൾ മുഴുവൻ ഉപയോഗിക്കുന്ന റോഡാണിത്. ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ മാലിന്യ വണ്ടികളും മാർക്കറ്റിലുള്ള വണ്ടികളും ഹരിതകർമ്മസേന വണ്ടികളെല്ലാം വന്ന് ഈ റോഡ് താറുമാറായി കിടക്കുകയാണ്. ഈ റിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് വരുന്ന ഫണ്ടുകളുള്ളപ്പോൾ അത് ഇതുപോലെ പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാതെ ഭരണകക്ഷിക്ക് താല്പര്യമുള്ള അവരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരാവശ്യം അതാണ്, ഒരു റിവിഷൻ ഫണ്ട് എന്തെങ്കിലും ഉപയോഗിച്ച് ഈ റോഡ് ഒരു 300-350 മീറ്ററുള്ള ഈ റോഡ് അടിയന്തരമായിട്ട്